ഹായ് ഫ്രണ്ട്സ്, +1 ബയോളജിയിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് വേൾഡിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു. ഇന്ന് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് അത് നമ്മൾ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള വിറ്റാക്കറിന്റെ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലെ 5 കിങ്ഡംസിനെ കുറിച്ചാണ് നമ്മൾ പിന്നീട് പഠിക്കുന്നത്. അതായത് മൊണീറ, അതുപോലെ പ്രൊട്ടിസ്റ്റ, ഫംഗൈ, ഈ 3 കിങ്ഡംസിനെ കുറിച്ചുമാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. പിന്നെ പ്ലാൻ കിങ്ഡത്തെ കുറിച്ച് നമ്മൾ ഒരു സെപ്പറേറ്റ് ചാപ്റ്ററിലും, അതുപോലെ അനിമൽ കിങ്ഡത്തെ കുറിച്ച് അനിമൽസ് അല്ലെങ്കിൽ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു പ്രത്യേക ചാപ്റ്ററിലുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട പാർട്സ് എന്ന് പറയുന്നത് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷനും അതിന്റെ ക്രൈറ്റീരിയാസും, അതുപോലെ തന്നെ കിങ്ഡം മൊണീറയും കിങ്ഡം പ്രൊട്ടിസ്റ്റയും കിങ്ഡം ഫംഗൈയുമാണ്. പിന്നീട് നമ്മൾ വൈറസസിനെ കുറിച്ചും, അതുപോലെ വൈറോയിഡ്സ്, പ്രിയോൺസ്, വിറിയോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പാർട്ടിക്കിൾസിനെ കുറിച്ചും അല്ലെങ്കിൽ അത്തരം അവരെ കുറിച്ചാണ് നമ്മൾ പിന്നീട് പഠിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് ചർച്ച ചെയ്യാം. അതായത് നമ്മളിപ്പോൾ അനിമൽസിനെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുമ്പം വ്യത്യസ്ത ക്രൈറ്റീരിയ, നമ്മൾ അതിന്റെ ഹിസ്റ്ററി നോക്കുമ്പം വ്യത്യസ്ത ക്രൈറ്റീരിയകൾ ഉപയോഗിച്ചിട്ടാണ് പല സയന്റിസ്റ്റും ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഏത് ക്രൈറ്റീരിയയാണ് ക്ലാസിഫിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസിനെ അവരെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. പല ടൈപ്പ് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ആദ്യത്തേതായിരുന്നു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. പിന്നീട് അതിൽ എന്താണ്, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ പിന്നീട് ഏറ്റവും ഒടുവിലായി ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ളതാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഈ 3 സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഓരോന്നും എന്താണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻസ്, ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് നമ്മൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. Plants are classified on the basis of one or two morphological characters, that is overall morphology is not considered. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അവിടെ 1-2 ക്യാരക്ടേഴ്സിനെ മാത്രം പരിഗണിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആയിരുന്നു അത്. മൊത്തത്തിലുള്ള ഓർഗാനിസംസ് നോക്കിയിട്ട് അതിന്റെ എല്ലാ ക്യാരക്ടേഴ്സും ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നില്ല. 1-2 ക്യാരക്ടേഴ്സിനെ, നമുക്ക് നോക്കിയാൽ കാണുന്ന 1-2 ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഈ സിസ്റ്റം ആയിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ പ്ലൈനി ദ എൽഡർ ഫോർ അനിമൽസ് ഓൺ ദ ബേസ് ഓഫ് ഹാബിറ്റാറ്റ്, എക്സാമ്പിൾ ലാൻഡ്, എയർ ആൻഡ് വാട്ടർ. പ്ലൈനി ദ എൽഡർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അനിമൽസിനെ ഹാബിറ്റാറ്റിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തു. അതുപോലെ എന്താണ്, പ്ലാന്റ്സിനെ അവരുടെ 1-2 മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തു. ഇങ്ങനെ ഓരോ സയന്റിസ്റ്റ്, ഇപ്പം അരിസ്റ്റോട്ടിൽ ആണെങ്കിൽ അനിമൽസിനെ ഇനൈമ എന്ന് പറഞ്ഞിട്ട് റെഡ് ബ്ലഡ് ഉള്ള അനിമൽസും റെഡ് ബ്ലഡ് ഇല്ലാത്ത അനിമൽസും എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇങ്ങനെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി ലിനേഴ്സ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനും ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഹി ക്ലാസിഫൈഡ് പ്ലാന്റ് കിങ്ഡം ഇൻടു 24 ക്ലാസസ് ഓൺ ദ ബേസ് ഓഫ് ഓൺലി 2 ക്യാരക്ടേഴ്സ്, സ്റ്റേമൻസ് ആൻഡ് സ്റ്റൈൽ, ഇൻ ഹിസ് ബുക്ക് ജനറ പ്ലാന്റാരം എന്ന് പറയുന്ന ലിനേഴ്സിന്റെ ബുക്കിൽ അദ്ദേഹം പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സ്റ്റേമൻസിന്റെയും, അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള സ്റ്റേമൻസിന്റെയും സ്റ്റൈലിന്റെയും ക്യാരക്ടർ മാത്രം നോക്കിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഇനി അതിന്റെ ശേഷമാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതായത് ദിസ് സിസ്റ്റം കൺസിഡർഡ് കമ്പാരബിൾ സ്റ്റഡി ഓഫ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. മോർഫോളജിയിലെ 1-2 ക്യാരക്ടേഴ്സ് മാത്രമല്ല, മോർഫോളജിക്ക് പുറമെ മറ്റു ക്യാരക്ടേഴ്സിനെ കുറിച്ച് കൂടി പഠിച്ച് അവരെ കൂടി ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ചുകൂടി വിപുലമായ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? മോർഫോളജി നോക്കിയിട്ടുണ്ട്, അനാട്ടമി നോക്കിയിട്ടുണ്ട്, സൈറ്റോളജി നോക്കിയിട്ടുണ്ട്, ഫിസിയോളജി, ഓണ്ടോജനി, ബയോകെമിസ്ട്രി, ടാക്സോണമി, ഇങ്ങനെ എല്ലാ ബ്രാഞ്ചിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതിന്റെ ശേഷം വന്നിട്ടുള്ളതാണ് എന്താണ്,
phylogenetic system of classification. In natural system of classification, it brings out natural similarities and dissimilarities and hence natural relationships among the organism. This system was developed by Bentham and Hooker and also called as Bentham and Hooker classification. ബെന്തം ആൻഡ് ഹുക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബെന്തം ആൻഡ് ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ എന്നും നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്നുണ്ട്. ഇനി നാച്ചുറൽ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസിനാണ് ഇവര് പ്രധാനമായിട്ടും ബേസ് ചെയ്തിട്ടുള്ളത് അല്ലെ. നമുക്ക് പ്ലാന്റ്സിന്റെ ക്യാരക്ടേഴ്സിനെ എന്ത് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് അവർ തമ്മിൽ റിലേഷൻഷിപ്പ്, നാച്ചുറൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. നേരെ മറിച്ച് ഇതിന്റെ ശേഷം വന്നിട്ടുള്ള ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഫൈലോജനിയാണ് പ്രധാനമായിട്ടും അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ഫൈലോജനി എന്ന് പറയുമ്പോൾ എവല്യൂഷണറി ഹിസ്റ്ററിയാണ്. അതായത് ഓർഗാനിസം എങ്ങനെയാണ് എവോൾവ് ചെയ്തു വന്നിട്ടുള്ളത്, അവരുടെ ആൻസെസ്റ്റേഴ്സ് ആരൊക്കെയാണ്, കോമൺ ക്യാരക്ടേഴ്സ് അവർ പങ്കിടുന്നത്, ഏത് കോമൺ ആൻസെസ്റ്ററിനെയാണ് അവർ ഷെയർ ചെയ്യുന്നത്, ഫൈലോജനറ്റിക് ട്രീയിൽ അവരുടെ സ്ഥാനം എന്താണ്, ക്ലാഡോഗ്രാമിൽ അവരുടെ സ്ഥാനം ഏതാണ് എന്നൊക്കെ നോക്കിയിട്ട് ഫൈലോജനിയെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇതാണ് അവസാനമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെ. ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസംസ്. ഇവിടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് മാത്രമല്ല, ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും നോക്കുന്നുണ്ട്. അതിന്റെ കൂടെ എന്ത് നോക്കുന്നുണ്ട്, എവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കുന്നുണ്ട്. അതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത്തരം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. In this system, organisms are classified on the basis of their evolution on Earth from primitive to highly evolved. This classification is called Engler and Prandtl classification and Hutchinson classification. Engler and Prandtl classification എന്നും ഹച്ചിൻസൺ ക്ലാസിഫിക്കേഷൻ എന്നുമൊക്കെ ഈ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ 3 സിസ്റ്റംസ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, കുറച്ച് ക്യാരക്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അത്. രണ്ടാമത്തേത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അവിടെ മോർ ക്യാരക്ടേഴ്സിനെ അവർ ഉൾപ്പെടുത്തിയിരുന്നു. അത് ബെന്തം ആൻഡ് ഹുക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ എന്നുകൂടി അത് അറിയപ്പെടുന്നുണ്ട്. അതിന് ശേഷം വന്നിട്ടുള്ളതാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അവിടെ ഫൈലോജനറ്റിക് അതായത് എവല്യൂഷണറി ഹിസ്റ്ററിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് അവിടെ ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട് നടന്നിട്ടുള്ളത്. അപ്പൊ അത്രയുമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്, സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി ഹിസ്റ്ററി ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് പുതിയ പുതിയ ഗ്രൂപ്പ്സ് ക്ലാസിഫിക്കേഷനിൽ ആഡ് ചെയ്യപ്പെടുകയും ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് മോഡിഫൈ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ലിനേഴ്സിന്റെ കാലത്ത് ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഓൺലി 2 ഗ്രൂപ്പ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് വന്ന സയന്റിസ്റ്റിന് മനസ്സിലായി ഇതിൽ ഒരുപാട് അപാകതകളുണ്ട്, അതുകൊണ്ട് പുതിയ ഒരു ഗ്രൂപ്പിനെ കൂടി ആഡ് ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ ഏണസ്റ്റ് ഹെക്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് 3 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ മുന്നോട്ട് വെച്ചു. അതിന്റെ ശേഷം അതും ഇംപ്രൂവ് ചെയ്ത് 4 കിങ്ഡം സിസ്റ്റം വന്നു, then 5 കിങ്ഡം സിസ്റ്റം വന്നു, then 6 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വന്നു. അപ്പൊ ഇവരെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ്, എങ്ങനെയൊക്കെയാണ് അവർ ഇംപ്രൂവ് ചെയ്ത് വന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തേത് 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. കരോളസ് ലിനേയസ് ആണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ലിനേയസ് നമുക്കറിയാം ഫാദർ ഓഫ് ടാക്സോണമി എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. കരോളസ് ലിനേയസിന്റെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അവിടെ അദ്ദേഹം ഓർഗാനിസംസിനെ മൊത്തമായിട്ട് 2 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് കിങ്ഡം പ്ലാന്റേയും, അതായത് പ്ലാന്റ്സും അതുപോലെ ആനിമൽസും. അപ്പോ അദ്ദേഹം അങ്ങനെ ക്ലാസിഫൈ ചെയ്തു. അതിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ആകെ 2 ഗ്രൂപ്പാണുള്ളത് അല്ലെ, കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമാലിയും. അപ്പോൾ ഏത് ഓർഗാനിസത്തിന് നമ്മൾ എടുത്തു നോക്കിയാലും ഈ 2 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലാണ് അവരൊക്കെ വരുന്നത്. അതിന്റെ ഡ്രോബാക്സ്, ഒന്നാമത്തത് ഹെറ്ററോട്രോപ്സ് ആൻഡ് ഓട്ടോട്രോപ്സ് കെപ്റ്റ് ഇൻ ദി സെയിം ഗ്രൂപ്പ്. പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും അനിമൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുമാണ് ആകെ ഉള്ളത്. അപ്പം ഏത് ഓർഗാനിസം ആണെങ്കിലും ഇതിൽ ഏതിലെങ്കിലും ഒന്ന് വരണം അല്ലെ. അപ്പൊ നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് ഫംഗസ് അല്ലെ, ഫംഗൈ ഹെറ്ററോട്രോപ്സ് വെർ പ്ലേസ്ഡ് വിത്ത് പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ ഗ്രൂപ്പിലാണ് സാധാരണ പ്ലാന്റ്സും അതുപോലെ തന്നെ ഫംഗസിനെയും ഈ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയത്. പക്ഷെ നമുക്കറിയാം ഫംഗസ് എന്താണ്, ഹെറ്ററോട്രോപ്സ് ആണ്. അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ കഴിവുള്ള ആളുകളല്ല, അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവരെ പ്ലാന്റ്സിന്റെ കൂടെ, അതായത് ഓട്ടോട്രോപ്സ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ കൂടെയാണ് ഫംഗസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അത് ആ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ലിനേഴ്സിന്റെ 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ഒരു ഡ്രോബാക്ക് ആണ് അല്ലെ. അതുപോലെ പ്രോ കാരിയോട്സ് ആൻഡ് യു കാരിയോട്സ് വെർ കെപ്റ്റ് ഇൻ ദി സെയിം ഗ്രൂപ്പ്. പ്രോ കാരിയോട്ട് എന്ന് പറയുമ്പോൾ ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത, ന്യൂക്ലിയർ എൻവലപ്പ് ഒന്നും ഇല്ലാത്ത, ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസിനെയാണ് നമ്മൾ പ്രോ കാരിയോട്സ് എന്ന് പറയുന്നത്. യു കാരിയോട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ് ആണ് അല്ലെ. ഇവർ രണ്ടും പേര് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ പക്ഷേ 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഈ പ്രോ കാരിയോട്സിനെയും യു കാരിയോട്സിനെയും ഒരേ ഗ്രൂപ്പിലാണ് ഇട്ടത്. അവർ തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ഓട്ടോട്രോപ്സിനെയും ഹെറ്ററോട്രോപ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണമായിരുന്നു, ചെയ്തില്ല. അതുപോലെ യു കാരിയോട്സിനെയും പ്രോ കാരിയോട്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണമായിരുന്നു, പക്ഷെ 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ അത് ചെയ്തില്ല. എക്സാമ്പിൾ ആയിട്ട് പ്രോ കാരിയോട്ടിക് ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രോ കാരിയോട്ടിക് ആണ് അല്ലെ, പ്രോ കാരിയോട്ടിക് ആണ്. ആൻഡ് സൈനോ ബാക്ടീരിയം പ്രോ കാരിയോട്ടിക് ആണ്. were placed under plant kingdom യൂകാരിയോട്ടിക് ആണ്. അവർ മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ആണ് അല്ലെ. യൂകാരിയോട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ കൂടെയാണ് പ്രോ കാരിയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയയും അതുപോലെ സൈനോ ബാക്ടീരിയയും ഉൾപ്പെടുത്തിയത്. അതും അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഇനി അടുത്തൊരു ഡ്രോബാക്ക് എന്താണ്, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ആർ കെപ്റ്റ് ഇൻ ദി സെയിം ഗ്രൂപ്പ്. യൂണിസെല്ലുലർ അതായത് ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസംസിന്റെ ബോഡി ഒരു സെല്ല് മാത്രം ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ അത്തരം ഓർഗാനിസംസിനെ നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് പറയുന്നത്. ഈ യൂണിസെല്ലുലാർ ഓർഗാനിസംസും അതുപോലെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും ബോഡി മോർ ദാൻ 1 സെൽസ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് പറയുന്നത്. അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസംസും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിനെയും ഒരേ ഗ്രൂപ്പിലിട്ടു. അതും ഒരു ഡ്രോബാക്ക് ആണ്. എക്സാമ്പിൾ പ്രോട്ടോസോവൻസ് വെർ പ്ലേസ്ഡ് ഇൻ അനിമൽ കിങ്ഡം. പ്രോട്ടോസോവൻസ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്രോട്ടോസോവൻസിനെ മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള അനിമൽ കിങ്ഡത്തിലാണ് ഉൾപ്പെടുത്തിയത് അല്ലെ. കാരണം ആകെ 2 ഗ്രൂപ്പേ ഉള്ളൂ, അനിമൽസ് പ്ലാന്റ്സ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ്, സം ലോവർ ഓർഗാനിസംസ് ഹാവ് ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. എക്സാമ്പിൾ യൂഗ്ലീന എന്ന് പറയുന്ന ഓർഗാനിസം അല്ലെ. യൂഗ്ലീന എന്താണ് ചെയ്യുക, യൂഗ്ലീന ചെയ്യുന്നത് ലൈറ്റ് ഉണ്ടാവുമ്പോൾ ലൈറ്റിന്റെ പ്രസൻസിൽ അതെന്ത് ചെയ്യും, ഫുഡ് പ്രിപ്പയർ ചെയ്യും. ലൈറ്റിന്റെ പ്രസൻസിൽ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഓട്ടോട്രോഫിക് ഓർഗാനിസം ആയിട്ട് ആക്ട് ചെയ്യും. ലൈറ്റ് ഇല്ലാത്ത സമയത്ത് അതെന്ത് ചെയ്യും, ഹെറ്ററോട്രോഫിക് ഓർഗാനിസം ആയിട്ടും ആക്ട് ചെയ്യും. 2 ഓർഗാനിസംസിന്റെ അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഈ യൂഗ്ലീനെ കാണിക്കുന്നത്. അപ്പൊ അത്തരം ഓർഗാനിസംസിന് 2 പ്ലാന്റ്സിന്റെയും അതുപോലെ തന്നെ അനിമൽസിന്റെയും ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരെവിടെയാണ് ഇടേണ്ടത് എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ വന്നു അല്ലെ. കാരണം എന്താണ്, 2 ഗ്രൂപ്പിന്റെയും ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത്തരം ഓർഗാനിസംസിന് 2 ഗ്രൂപ്പ്സിന്റെയും ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതും എന്താണ്, ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഒന്നാമത്തെ ഡ്രോബാക്ക് എന്താണ്, യൂകാരിയോട്ടിക് ഓർഗാനിസംസും പ്രോകാരിയോട്ടിക് ഓർഗാനിസംസും ഒരേ ഗ്രൂപ്പിൽ വന്നു. ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസും ഓട്ടോട്രോഫിക് ഓർഗാനിസംസും ഒരേ ഗ്രൂപ്പിൽ വന്നു. അതുപോലെ തന്നെ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഒരേ ഗ്രൂപ്പിൽ വന്നു. പിന്നീട് ചില ലോവർ ഓർഗാനിസംസിന് 2 ഗ്രൂപ്പിന്റെയും ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെ എവിടെ ഇടണം എന്നതിൽ കൺഫ്യൂഷൻ ആയിരുന്നു അല്ലെ. ഇത്രയുമാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡ്രോബാക്ക്. അതിനുശേഷം വന്നിട്ടുള്ളതാണ് 3 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു കിങ്ഡത്തെ കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഏണസ്റ്റ് ഹെക്കലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ. ഇവിടെ കിങ്ഡം പ്ലാന്റ് ഉണ്ട്, കിങ്ഡം അനിമാലിയ ഉണ്ട്. അതോടുകൂടെ തന്നെ എന്ത് ചെയ്തു, കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന പുതിയ ഒരു കിങ്ഡത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കിങ്ഡം പ്രോട്ടിസ്റ്റ ഇൻക്ലൂഡഡ് ഓർഗാനിസം വിത്ത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ലൈക്ക് വാൾഡ് ആൻഡ് വാൾലെസ് ഓർഗാനിസംസ്. ഇങ്ങനെ കൺഫ്യൂഷനുള്ള എല്ലാ ഓർഗാനിസംസിലെയും ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ് ഇട്ടത്. അപ്പൊ അവിടെ സെൽവാളുള്ള ഓർഗാനിസംസ് ഉണ്ട്, സെൽവാൾ ഇല്ലാത്ത ഓർഗാനിസംസ് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, നോൺ ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, യൂണിസെല്ലുലാർ ഉണ്ട്, ഫിലമെന്റസ് ഓർ മൈസീലിയൽ ഓർഗാനിസംസ് ഉണ്ട്. എല്ലാ ടൈപ്പ് ഓർഗാനിസംസും പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന 3ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി അല്ലെ. ഇതാണ് 3 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി അതിന്റെ ശേഷം വന്നത് എന്താണ്, 4 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. 4 കിങ്ഡത്തിൽ കിങ്ഡം മൊണീറ എന്ന് പറയുന്ന പുതിയൊരു ഗ്രൂപ്പ് വന്നു. കിങ്ഡം മൊണീറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാക്ടീരിയ ഉൾപ്പെടുന്ന കിങ്ഡമാണ്. അപ്പൊ അതിൽ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിനെ മൊത്തം എടുത്തിട്ട് എങ്ങോട്ടിട്ടു, കിങ്ഡം മൊണീറയിലേക്ക് ഇട്ടു. ഇതാണ് 4 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ ഡെവലപ്മെന്റ് ആണ് അല്ലെ. 2 കിങ്ഡത്തിൽ നിന്നുള്ള ഡെവലപ്മെന്റ് ആണ്. 2 കിങ്ഡത്തിൽ നിന്ന് 4 കിങ്ഡത്തിലേക്കായി. പിന്നെ 4 കിങ്ഡത്തിൽ എന്ത് ചെയ്തു, 4 കിങ്ഡത്തിൽ നിന്നും എന്ത് ചെയ്തു, 2 കിങ്ഡത്തിൽ നിന്നും 3 കിങ്ഡത്തിലേക്ക് വന്നു. 3 കിങ്ഡത്തിൽ നിന്നും 4 കിങ്ഡത്തിലേക്ക് വന്നു അല്ലെ. 4 കിങ്ഡത്തിൽ എന്താ വന്നത്, 4 കിങ്ഡത്തിൽ പുതിയ ആളായിട്ട് മൊണീറയാണ് വന്നത്. ബട്ട് ഫംഗസിന്, അതായത് ഫംഗസ് ഹെറ്ററോട്രോപ്സ് ആണ്.
അവരൊരു നിലക്കും നമുക്ക് പ്ലാന്റ്സിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. പക്ഷെ അവരെ 4 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലും അവർ കിങ്ഡം പ്ലാന്റയിൽ തന്നെയാണ് നിലയുറപ്പിച്ചത്. വേറെ ഒരു ഗ്രൂപ്പ്, സെപ്പറേറ്റ് ഗ്രൂപ്പ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതായിരുന്നു 4 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഫംഗസിന് വേണ്ടിയിട്ട് പുതിയ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം അല്ലെ. അങ്ങനെയാണ് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലേക്ക് എത്തിപ്പെട്ടത്. RH വിറ്റാക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അവിടെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള, അതായത് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായും 5 ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണയായിട്ട് ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ 5 ക്യാരക്ടേഴ്സ് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തത് കോംപ്ലക്സിറ്റി ഓഫ് സെൽ സ്ട്രക്ചർ, അതായത് സെല്ല് യൂക്കാരിയോട്ടിക് ആണോ പ്രോകാരിയോട്ടിക് ആണോ എന്നുള്ളത്. സെല്ല് യൂക്കാരിയോട്ടിക് ആണോ പ്രോകാരിയോട്ടിക് ആണോ എന്നുള്ളത്. പ്രോകാരിയോട്ടിക് എന്ന് പറയുമ്പോൾ ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ല്, സെല്ലുലാർ എൻവലപ്പ് ഇല്ലാത്ത, നേക്ഡ് DNA ഉള്ള അല്ലെങ്കിൽ നേക്ഡ് ന്യൂക്ലിയസ് ആയിട്ടുള്ള അത്തരം ഒരു സെല്ലിനെയാണ് നമ്മൾ പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയാം അല്ലെ. യൂക്കാരിയോട്ടിക് എന്ന് പറഞ്ഞാലോ, യൂക്കാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ ട്രൂ ന്യൂക്ലിയസ് ഉള്ള സെൽസിനെയാണ് നമ്മൾ യൂക്കാരിയോട്ടിക് സെൽസ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ സെല്ലിന്റെ കോംപ്ലക്സിറ്റിയുടെ അല്ലെങ്കിൽ സെൽ സ്ട്രക്ചറിന്റെ കോംപ്ലക്സിറ്റി ആയിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് പരിഗണിച്ചത്. പിന്നീട് അദ്ദേഹം നോക്കിയത് കോംപ്ലക്സിറ്റി ഓഫ് ബോഡി സ്ട്രക്ചർ ആണ്. ബോഡി ഒരു സെല്ല് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണോ, അതല്ല മൾട്ടി സെല്ലുലാർ ആണോ, ഒരുപാട് സെല്ലുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണോ എന്ന് നോക്കി. ഇതിനെയും അദ്ദേഹം ഒരു ക്രൈറ്റീരിയ ആയിട്ട്, ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയ ആയിട്ട് കണ്ടു. ഒരു സെല്ല് ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിൽ അത് നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് പറയാം. ഒരുപാട് സെൽസ് ഉപയോഗിച്ചിട്ടാണ് ബോഡി ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതും അദ്ദേഹത്തിന്റെ ഒരു ക്രൈറ്റീരിയ ആയിരുന്നു. മൂന്നാമത്തെ ക്രൈറ്റീരിയ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഫുഡ് എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന്, ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാണോ അതല്ല മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയാണോ എന്നതാണ് അദ്ദേഹം നോക്കിയത് അല്ലെ. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ കഴിവുള്ള ഓർഗാനിസംസ് നമ്മൾ, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് നമ്മൾ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് എന്നാണ് പറയാ. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസ് നമ്മൾ ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതും അദ്ദേഹത്തിന്റെ ഒരു ക്രൈറ്റീരിയ ആയിരുന്നു, മൂന്നാമത്തെ ക്രൈറ്റീരിയ അല്ലെ. ഇനി അടുത്തത് എന്താണ്, ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ മെത്തേഡ് എങ്ങനെയാണ്, അസെക്ഷൽ ആണോ സെക്ഷൽ ആണോ, ഏത് രൂപത്തിലുള്ള സെക്ഷൽ ആണ് അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് സെക്ഷൽ നടക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ഒരു ക്രൈറ്റീരിയ ആയി പരിഗണിച്ചു. അടുത്ത എന്താണ്, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഇതെന്തായാലും വേണം അല്ലെ. അതായത് എവല്യൂഷണറി ഹിസ്റ്ററി, അവർ തമ്മിലുള്ള ഓർഗാനിസംസ് തമ്മിൽ എവല്യൂഷണറി ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നും അദ്ദേഹം നോക്കി. ഇങ്ങനെ 5 ക്യാരക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ 5 ക്രൈറ്റീരിയ ആണ് വിറ്റാക്കർ പ്രധാനമായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അപ്പൊ അദ്ദേഹത്തിന്റെ 5 കിങ്ഡം സിസ്റ്റം ആണ്, അതുകൊണ്ട് തന്നെ 5 കിങ്ഡംസ് ആണുള്ളത് അല്ലെ. ഒന്നാമത്തത് മൊണീറയാണ്, 2 പ്രോട്ടിസ്റ്റയാണ്, 3 ആരാണ്, 3 ഫംഗസ് ആണ്, അതുപോലെ 4 പ്ലാന്റ്, ദെൻ അനിമാലിയ അല്ലെ. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമാലിയ. ക്യാരക്ടേഴ്സ് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. സെൽ ടൈപ്പ്, മൊണീറയിൽ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മൊണീറ എന്ന ഗ്രൂപ്പിൽ അദ്ദേഹം ഇട്ടത് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിനാണ്, അതായത് ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ്. ഇനി ബാക്കിയുള്ള എല്ലാത്തിലും യൂകാരിയോട്ടിക് ആണ് അല്ലെ, അതായത് ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ്. അപ്പൊ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആരാണ്, മൊണീറയാണ്. പിന്നീട് സെൽവാള്, നോൺ സെല്ലുലോസിക് സെൽവാളാണ് മൊണീറയിലുള്ളത്. പ്രോട്ടിസ്റ്റയിലാണെങ്കിൽ ചിലതിൽ മാത്രം സെൽവാൾ ഉണ്ട്, ചിലതിൽ എന്തില്ല, സെൽവാളില്ല അല്ലെ. ഇനി ഫംഗസിലാണെങ്കിൽ സെൽവാൾ ഉണ്ട്, ബട്ട് സെല്ലുലോസ് ഉപയോഗിച്ചിട്ടല്ല, കൈറ്റിൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് സെല്ലുലോസ് ആണുള്ളത് അല്ലെ. അതുപോലെ പ്ലാന്റ്സിലാണെങ്കിൽ സെൽവാൾ ഉണ്ട്, അത് സെല്ലുലോസ് ഉപയോഗിച്ചിട്ടുള്ള സെൽവാളാണ്. അനിമൽസിൽ സെൽവാള് ആബ്സെന്റ്. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോകാരിയോട്ടിക് ആണെങ്കിൽ അവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആയിരിക്കും അല്ലെ. ബാക്കി എല്ലാത്തിലും എന്താണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. പിന്നെ ഓർഗനൈസേഷൻ, ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ബോഡി എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതായത് സെൽസ് മാത്രം ഉപയോഗിച്ചിട്ടാണോ അതല്ല സെൽസ് ടിഷ്യൂസ് ആയി മാറി അവരുടെ ഒരു കോർഡിനേഷൻ നടക്കുന്നുണ്ടോ എന്നതിനൊക്കെ നോക്കിയിട്ടുള്ളതാണ് ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ മൊണീറൻസിന്റെ കേസിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പ്രോട്ടിസ്റ്റയിലും സെല്ലുലാർ ആണ് അല്ലെ, അവിടെ ഓർഗൻസും ഓർഗൻ സിസ്റ്റംസ് ഒന്നുമില്ല. എന്നാൽ ഫംഗസിന്റെ കേസിൽ മൾട്ടി സെല്ലുലാർ ലൂസ് ടിഷ്യൂ, അവിടെ ടിഷ്യൂ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ പ്ലാന്റ്സിന്റെ കേസിൽ ടിഷ്യൂ അതുപോലെ ഓർഗൻസും ഉണ്ട് അല്ലെ.
അനിമൽസിന്റെ കേസിലേക്ക് വരുമ്പം ഓർഗൻ സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഫുഡ് കഴിക്കുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാണോ എന്നുള്ളതൊക്കെ അല്ലെ. ഫുഡ് ഓട്ടോട്രോഫിക് ആണ്, അതുപോലെ തന്നെ ഹെറ്ററോട്രോഫിക് ആണ്. മോസ്റ്റ് ഡൈവേഴ്സ് എന്താണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നത് മൊണീറൻസ് ആണ് അല്ലെ. അതായത് ഇവിടെ ഓട്ടോട്രോഫിക് ഉണ്ട്, ഓട്ടോട്രോഫിക്കിൽ തന്നെ കീമോസിന്തറ്റിക് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ഉണ്ട്. കീമോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, ഫുഡ് നിർമ്മിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ കീമോസിന്തസിസ് എന്ന് പറയും. ഫോട്ടോ എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണ് അല്ലെ. അപ്പൊ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഫുഡ് നിർമ്മിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഫോട്ടോ സിന്തറ്റിക് എന്ന് പറയും. പിന്നെന്താണ് ഹെറ്ററോട്രോഫിക് ഉണ്ട്. ഹെറ്ററോട്രോഫിക്കിൽ തന്നെ സാപ്രോഫൈറ്റിക് ഉണ്ട്, പാരാസിറ്റിക് ഉണ്ട്. സാപ്രോഫൈറ്റിക് എന്ന് പറയുമ്പോൾ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ, ഡെഡ് ആൻഡ് ജീർണിച്ച അവശിഷ്ടങ്ങളിലൊക്കെ അല്ലെ, ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ ഫീഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ സാപ്രോട്രോഫിക് എന്ന് പറയാം. പാരാസിറ്റിക് എന്ന് പറയുമ്പോൾ അതർ ഓർഗാനിസംസിന്റെ പുറത്തോ അകത്തോ ഒക്കെ മറ്റുള്ള ജീവികളുടെ ഉള്ളിലോ പുറമേയോ ഒക്കെ വളർന്ന് അവരെ ആശ്രയിച്ച് അവരുടെ ഫുഡ് കഴിക്കുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ പാരസൈറ്റിക് എന്ന് പറയാം. അപ്പം ഓട്ടോട്രോഫിക് ആവാം, ഓട്ടോട്രോഫിക്കിൽ തന്നെ കീമോ സിന്തറ്റിക് ആവാം, അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആവാം, ഹെറ്ററോട്രോഫിക് ആവാം, അതിൽ തന്നെ പാരാസിറ്റിക് ആവാം, അല്ലെങ്കിൽ സാപ്രോട്രോഫിക് ആവാം. എല്ലാ ടൈപ്പ് ഓഫ് ഓർഗാനിസംസും എവിടെ ഉണ്ട്, മോണീറൻസിലുണ്ട് അല്ലെ. പിന്നെന്താണ് പ്രോട്ടിസ്റ്റിന്റെ കേസിലാണെങ്കിൽ ഓട്ടോട്രോഫിക്, ഫോട്ടോസിന്തറ്റിക് ആൻഡ് ഹെറ്ററോട്രോഫിക്, ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും ഉണ്ട്. ഫംഗസിന്റെ കേസിൽ ഹെറ്ററോട്രോഫിക് മാത്രമാണുള്ളത് അല്ലെ, സാപ്രോട്രോഫിക് ഒരു പാരാസിറ്റിക്. ഇവിടെ ഓട്ടോട്രോഫ്സ് ഇല്ല അല്ലെ, ഫംഗസിന്റെ കേസിൽ ഓട്ടോട്രോഫ്സ് ഇല്ല. പ്ലാന്റ്സ് ആണെങ്കിൽ എല്ലാവരും എന്താണ് ഓട്ടോട്രോഫിക് ആണ്, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് അല്ലെ. അനിമൽസിന്റെ കേസിലാണെങ്കിൽ ഹെറ്ററോട്രോഫിക് ആണ്, ഹോളോസോയിക് ഓർ സാപ്രോഫൈറ്റിക്. ഹോളോസോയിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻസിന്റെ ഒക്കെ പോലെ ഫുഡ് എൻഗൾഫ് ചെയ്ത് ഫീഡ് ചെയ്യുന്നവരെയാണ് ഹോളോസോയിക് എന്ന് പറയാം. സാപ്രോഫൈറ്റ് എന്ന് പറയുമ്പോൾ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്നും അബ്സോർബ് ചെയ്തിട്ട് എടുക്കുന്നവരെയാണ് സാപ്രോഫൈറ്റ് എന്ന് പറയാം. അപ്പം ഈ രണ്ട് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് അനിമൽസിന്റെ കേസിലുള്ളത്. ഇതാണ് ഈ 5 കിങ്ഡംസിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡീറ്റെയിൽ. ഓക്കെ, ഇനി നമുക്ക് ഇവരെ ഓരോ കിങ്ഡംസിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. കാൾ വൂസ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ഒരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലെന്താണ് ഈ നമ്മള് പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമാലിയ, അതുപോലെ മൊണീറ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. മൊണീറക്ക് പകരം ഇവിടെ ആർക്കി ബാക്ടീരിയയും യു ബാക്ടീരിയയുമാണുള്ളത്. ആർക്കി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ആൻഷ്യന്റ് ബാക്ടീരിയ, അതായത് ആദ്യം ഉണ്ടായിരുന്ന ബാക്ടീരിയ എന്ന അർത്ഥത്തിലുള്ളതാണ്. ഇത് ആൻഷ്യന്റ് ബാക്ടീരിയ ആണ് ആർക്കി ബാക്ടീരിയ. യു ബാക്ടീരിയനെ അല്ലെങ്കിൽ നമ്മൾ ട്രൂ ബാക്ടീരിയ എന്നാണ് പറയുന്നത്. ഇങ്ങനെ 6 കിങ്ഡംസ് ആയിട്ടാണ് ആര് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, കാൾ വൂസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം ഇതിന്റെ മുകളിൽ, അതായത് കിങ്ഡംസിന്റെ മുകളിൽ ഡൊമൈൻസ് എന്ന് പറയുന്ന ഒരു ലെവൽ കൂടി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആർക്കിയ എന്ന് പറയുന്ന ഡൊമൈന്, ബാക്ടീരിയ എന്ന് പറയുന്ന മറ്റൊരു ഡൊമൈന്, യൂകാരിയ എന്ന് പറയുന്ന മറ്റൊരു ഡൊമൈൻ. ഈ യൂകാരിയ എന്ന് പറയുന്ന ഡൊമൈനിലാണ് ഇദ്ദേഹം മറ്റു 4 കിങ്ഡംസിനെയും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബാക്ടീരിയക്കും അതുപോലെ ആർക്കിയക്കും പ്രത്യേകം ഡൊമൈൻസ് അദ്ദേഹം അലോ ചെയ്തു. ഇതായിരുന്നു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ആരാണ്? കാൾ വൂസ് ആണ് അല്ലെ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയുമായിരുന്നു സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. 2 കിങ്ഡം സിസ്റ്റംസ് നമ്മൾ കണ്ടു, ദെൻ 3 കിങ്ഡം സിസ്റ്റം, 4 കിങ്ഡം സിസ്റ്റം, ദെൻ 5 കിങ്ഡം, ദെൻ 6 കിങ്ഡം അല്ലെ. ഇനി ഓരോ കിങ്ഡത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. വിറ്റാക്കറിന്റെ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ആദ്യം വരുന്നത് കിങ്ഡം മൊണീറയാണ് അല്ലെ. കിങ്ഡം മൊണീറന്റെ ജനറൽ ക്യാരക്ടേഴ്സ് എന്താണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, സ്മോളസ്റ്റ് ആൻഡ് മോസ്റ്റ് അബണ്ടന്റ് യൂണിസെല്ലുലാർ ഓർഗാനിസം ഓൺ എർത്ത് ആണ് കിങ്ഡം മൊണീറ. ചെറിയ ഓർഗാനിസംസ് ആണ്, യൂണിസെല്ലുലാർ ആണ്, ഒറ്റ സെല്ല് ഉപയോഗിച്ചിട്ടാണ് ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ മോസ്റ്റ് അബണ്ടന്റ് ആണ് അല്ലെ, എല്ലാ സ്ഥലത്തും കാണപ്പെടുന്നതാണ്. മോസ്റ്റ് പ്രിമിറ്റീവ് ഫോം ഓഫ് ലൈഫ് വിച്ച് ഒറിജിനേറ്റഡ് ഫ്രം എ പ്രിമിറ്റീവ് ഫോം ഓഫ് ഓർഗാനിസംസ് കാൾഡ് പ്രോജീനോട്ട്. പ്രോജീനോട്ട് എന്ന് പറയുന്ന മോസ്റ്റ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ നിന്നും ഇവോൾവ് ചെയ്തു വന്നിട്ടുള്ള ഏറ്റവും പഴയ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഉണ്ടായിട്ടുള്ള ഫോം ഓഫ് ലൈഫാണ് മൊണീറ എന്ന് പറയുന്നത്. ജനറ്റിക് മെറ്റീരിയൽ ഈസ് നേക്ഡ് സർക്കുലർ DNA നോട്ട് എൻക്ലോസ്ഡ് ബൈ ന്യൂക്ലിയർ എൻവലപ്പ്. ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. സർക്കുലർ, നേക്ഡ് സർക്കുലർ DNA ആണ് അല്ലെ, നേക്ഡ് സർക്കുലർ DNA. അപ്പോൾ ഇങ്ങനെ ന്യൂക്ലിയർ എൻവലപ്പ് ഇല്ലാത്ത
DNA ആയതുകൊണ്ടാണ് നമ്മൾ ഇവരെ പ്രോകാരിയോട്സ് എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെയും വേറെയും വ്യത്യാസങ്ങളുണ്ട്, എങ്കിലും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് തമ്മിലുള്ള വ്യത്യാസമാണ്. മോസ്റ്റ് ഓഫ് ദം ബിയർ എ റിജിഡ് സെൽ വാൾ. കൂടുതൽ ആളുകൾക്കും എന്തുണ്ട്? സെൽ വാൾ പ്രസന്റ് ആണ് അല്ലെ. പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള സെൽ വാൾ ഉള്ള ഓർഗാനിസംസ് ആണ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് മോസ്റ്റ് ഡൈവേഴ്സ് എമംഗ് ഓൾ കിങ്ഡംസ്. എല്ലാ കിങ്ഡംസിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വെറൈറ്റി ന്യൂട്രീഷന്റെ കാര്യത്തിൽ കാണിക്കുന്നത് ആരാണ്? കിങ്ഡം മൊണീറയാണ്. സം ഓഫ് ദം ആർ ഓട്ടോട്രോഫിക്, ചിലത് ഓട്ടോട്രോഫിക് ആണ്, അതിൽ തന്നെ ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, അല്ലെങ്കിൽ കീമോസിന്തറ്റിക് ഉണ്ട്, വൈൽ ദ വാസ്റ്റ് മെജോറിറ്റി ആർ ഹെട്രോട്രോഫ്സ്. സാപ്രോട്രോഫിക് ഉണ്ട്, അതുപോലെ പാരാസിറ്റിക് ഉണ്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് കീമോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ കെമിക്കൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സാപ്രോട്രോഫ്സ് എന്ന് പറയുമ്പോൾ മറ്റു ഓർഗാനിസംസിന്റെ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്നുമാണ് ഫീഡ് ചെയ്യുന്നത്. പാരാസിറ്റിക് എന്ന് പറയുമ്പോൾ അതർ ഓർഗാനിസംസിന്റെ ഉള്ളിലോ പുറത്തോ ഒക്കെ ജീവിക്കുന്നവരാണ് അല്ലെ. ദേ മേ ബി പ്രൊഡ്യൂസേഴ്സ് ഓർ ഡികമ്പോസേഴ്സ്. ഓട്ടോട്രോഫ്സ് ആണെങ്കിൽ നമ്മൾ അവരെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയും അല്ലെ. അതുപോലെ ഡികമ്പോസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആക്കി മാറ്റുന്നവരെയാണ് നമ്മൾ സാധാരണ ഡികമ്പോസേഴ്സ് എന്ന് പറയാം അല്ലെ. ഡികമ്പോസേഴ്സ് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഓർഗാനിസംസിന്റെ ഡെഡ് ആയിട്ടുള്ള അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ വർക്ക് ചെയ്തിട്ട് അതിനെ വിഘടിപ്പിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആക്കി മാറ്റുക. അതാണ് ഇവരുടെ ഡ്യൂട്ടി അല്ലെ. അപ്പൊ ഒന്നുകിൽ പ്രൊഡ്യൂസേഴ്സ് ആവാം. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ലെ, അവർ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡികമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡെഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ വർക്ക് ചെയ്തിട്ട് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസിനെ സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നവരാണ് നമ്മൾ ഡികമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രോകാരിയോട്ടിക് ആണ്, മോസ്റ്റ്ലി സിംഗിൾ സെൽഡ് ആണ് വിത്ത് എ ഫ്യൂ കൊളോണിയൽ ഫോംസ് അല്ലെ. പ്രോകാരിയോട്ടിക് നമ്മൾ പറഞ്ഞു സിംഗിൾ സെൽഡ് ആണ്, ഒറ്റ സെല്ലാണ് ഉണ്ടാവുക, വിത്ത് എ ഫ്യൂ കൊളോണിയൽ ഫോംസ്. സെൽ വാൾ മേഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ എക്സെപ്റ്റ് ആർക്കിബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസ്മ. ആർക്കിബാക്ടീരിയ എന്ന ഗ്രൂപ്പിലും മൈക്കോപ്ലാസ്മയിലും നമ്മൾ കാണുന്നുണ്ട്. അവർ രണ്ടുപേരും അല്ലാത്തതിലേക്ക് എന്താണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ ഉപയോഗിച്ചിട്ടുള്ള സെൽ വാൾ ആണുള്ളത്. ഇനി നമുക്ക് മൊണീറ എന്ന കിങ്ഡത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മൊണീറയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ആർക്കിബാക്ടീരിയ എന്നും യു ബാക്ടീരിയ എന്നും. ആർക്കിബാക്ടീരിയ എന്ന ഗ്രൂപ്പിൽ വരുന്നവരാണ് മെത്തനോജൻസും ഹാലോഫൈൽസും തെർമോ അസിഡോഫൈൽസും. അതുപോലെ യു ബാക്ടീരിയ അല്ലെങ്കിൽ ട്രൂ ബാക്ടീരിയയിൽ വരുന്നവരാണ് ഹെട്രോട്രോഫിക് ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, ആക്ടിനോമൈസിസ്, സയനോ ബാക്ടീരിയ. എല്ലാവരെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ആർക്കിബാക്ടീരിയയിൽ തന്നെ സൾഫർ മീഡിയത്തിലുള്ളവരും സൾഫർ മീഡിയത്തിൽ അല്ലാത്തവരുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ഇനി അവരുടെ ഏരിയയെ, അതായത് ഏത് ഏരിയയിലാണ് ജീവിക്കുന്നത്, ഏത് കണ്ടീഷൻസിലാണ് ജീവിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവരെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തത് മെത്തനോജൻസ് ആണ്. മെത്തനോജൻസ് എന്ന് പറയുമ്പോൾ മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ എന്നാണ് അർത്ഥം. അതായത് ഇപ്പൊ നമ്മളെ കാറ്റീസിന്റെ ഒക്കെ അബ്ഡോമനിൽ ജീവിച്ചിട്ട് അവിടെ മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ടൈപ്പ് ബാക്ടീരിയ ആണ് ഇവർ അല്ലെ. ഇവർ ഒബ്ലിഗേറ്റ് അനറോബ്സ് ആണ്. ഒബ്ലിഗേറ്റ് അനറോബ്സ് എന്ന് പറയുമ്പോൾ നിർബന്ധമായും എന്നുള്ള അർത്ഥത്തിലാണ്. ഇവർ പൂർണ്ണമായിട്ടുള്ള അനറോബ്സ് ആണ്. അനറോബിക്കലി മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെസ്പിറേഷൻ നടത്താൻ പറ്റുള്ളൂ. ഇനി അപ്പൊ അതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ് അല്ലെ. പിന്നെ രണ്ടാമത്തേത് ഹാലോഫൈൽസ് ആണ്. ഹാലോ എന്ന് പറയുമ്പോൾ സാൾട്ട് ലവിങ് ആണ് അല്ലെ. ഹാലോ എന്ന് പറയുമ്പോൾ സാൾട്ട് എന്നാണ് അർത്ഥം, ഫൈല് ലവിങ് എന്നാണ് അർത്ഥം. ഹാലോഫൈൽ എന്ന് പറയുമ്പോൾ സാൾട്ട് ലവിങ് ബാക്ടീരിയ. സാൾട്ടി കണ്ടീഷൻസിൽ, എക്സ്ട്രീംലി സാൾട്ട് ഉള്ള കണ്ടീഷൻസിൽ കാണപ്പെടുന്ന എന്താണ് ബാക്ടീരിയ ആണ്. ആർക്കിബാക്ടീരിയന്റെ ടൈപ്പാണ് ഹാലോഫൈൽസ്. ഫാക്കുൾട്ടേറ്റീവ് അനറോബ്സ് ആണ് അവര്. ഫാക്കുൾട്ടേറ്റീവ് അനറോബ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫാക്കുൾട്ടേറ്റീവ് അനറോബ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഓക്സിജൻ ഉപയോഗിച്ചിട്ട് ആണ്, എയറോബ്സ് ആണ്. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷൻസിൽ ഓക്സിജൻ ഇല്ലാതെയും റെസ്പിറേഷൻ നടത്താൻ പറ്റും അല്ലെ. അത്തരം ഓർഗാനിസംസിനെയാണ് നമ്മൾ ഫാക്കുൾട്ടേറ്റീവ് അനറോബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹാലോഫൈൽസ് ഫാക്കുൾട്ടേറ്റീവ് അനറോബ്സ് ആണ്. അതുപോലെ തന്നെ തെർമോ അസിഡോഫൈൽസ് ആണ് അടുത്തത് അല്ലെ. തെർമോ അസിഡോഫൈൽസ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, തെർമോ അസിഡോ, അതായത് എക്സ്ട്രീം ടെമ്പറേച്ചറിലും എക്സ്ട്രീം അസിഡിറ്റിയിലും ഒക്കെ ജീവിക്കുന്ന ബാക്ടീരിയയാണ് നമ്മൾ തെർമോ അസിഡോഫൈൽസ് എന്ന് പറയാം. ഫൈൽ എന്ന് പറയുമ്പോൾ ലവിങ് എന്നാണ് അർത്ഥം.
ടെമ്പറേച്ചറിനെയും അതുപോലെ അസിഡിറ്റിയെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയനെ നമ്മൾ തെർമോ അസിഡോഫൈൽസ് എന്ന് പറയാം അല്ലെ. ഇങ്ങനെ ആർക്കി ബാക്ടീരിയനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവര് എല്ലാ ഹാർഷ് കണ്ടീഷൻസിലും അല്ലെങ്കിൽ എല്ലാ എക്സ്ട്രീം കണ്ടീഷൻസിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഓവർകം ചെയ്തിട്ട് സർവൈവ് ചെയ്യാൻ കഴിവുള്ള ടൈപ്പ് ബാക്ടീരിയ ആണ് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. 3 ടൈപ്പാണുള്ളത്: മെത്തനോജൻസും ഹാലോഫൈൽസും തെർമോ അസിഡോഫൈൽസും. ഇനി ആർക്കി ബാക്ടീരിയന്റെ പൊതുവായിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ദേ ആർ മോസ്റ്റ് പ്രിമിറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് അല്ലെ. മൊണേറൻസ് ആണ് പ്രിമിറ്റീവ്, അതിൽ തന്നെ പ്രിമിറ്റീവ് ആയിട്ടുള്ളത് ആർക്കി ബാക്ടീരിയ ആണ്. ഫൗണ്ട് ഇൻ മോസ്റ്റ് ഹാർഷ് കണ്ടീഷൻസ് അല്ലെ, ഏറ്റവും എക്സ്ട്രീം ലെവലിലുള്ള കണ്ടീഷൻസിലാണ് അവർ കാണപ്പെടുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കാൻ ഈസ് ആബ്സെന്റ് ഇൻ സെൽ വാൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ടീരിയന്റെ കേസിൽ, മൊണേറൻസിന്റെ കേസിൽ ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കാൻ ആണ് അവിടെ സെൽ വാളിലുള്ളത്. പക്ഷെ ഇവരുടെ കേസിൽ, അതായത് നമ്മുടെ ആർക്കി ബാക്ടീരിയന്റെ കേസിൽ പെപ്റ്റിഡോഗ്ലൈക്കാൻ ആബ്സെന്റ് ആണ്. ടോളറൻസ് ടു എക്സ്ട്രീം കണ്ടീഷൻസ് ഈസ് ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് ബ്രാഞ്ചഡ് ലിപ്പിഡ് ചെയിൻ ഇൻ ദി മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിനിൽ ബ്രാഞ്ചഡ് ലിപ്പിഡ് ചെയിൻ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇത്തരം അസിഡിറ്റിയെയും അതുപോലെ ടെമ്പറേച്ചറിനെയൊക്കെ മറികടന്നിട്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതൊരു പോയിന്റ് ആണ് അല്ലേ. ഇവർക്ക് അസിഡിറ്റിയെയും അതുപോലെ തന്നെ ടെമ്പറേച്ചറിനൊക്കെ, എക്സ്ട്രീം അസിഡിറ്റിയെയും എക്സ്ട്രീം ടെമ്പറേച്ചറിനെയൊക്കെ മറികടക്കാൻ പറ്റുന്നത് എന്തുള്ളത് കൊണ്ടാണ്, ന്യൂക്ലിയർ മെംബ്രെയിനിൽ ബ്രാഞ്ചഡ് ലിപ്പിഡ് ചെയിൻ ഉള്ളത് കൊണ്ടാണ്. ഇൻസ്റ്റെഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ സെൽ വാൾ കണ്ടെയ്ൻസ് പ്രോട്ടീൻസ് ആൻഡ് സെല്ലുലോസിക് പോളിസാക്കറൈഡ്. പ്രോട്ടീൻസും സെല്ലുലോസിക് പോളിസാക്കറൈഡുമാണ് ഇവരുടെ സെൽ വാളിലുള്ളത്, പെപ്റ്റിഡോഗ്ലൈക്കാൻ അല്ല. സം മെത്തനോജൻസ് കണ്ടെയ്ൻസ് സ്യൂഡോമ്യൂറിൻ. സ്യൂഡോമ്യൂറിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് ചില മെത്തനോജൻസിൽ ഉള്ളത്. ഇനി ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ, ടിപ്പിക്കൽ ബാക്ടീരിയൽ സെല്ലിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ബാക്ടീരിയന്റെ സെല്ലിന്റെ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് എന്തൊക്കെയാണുള്ളത്, ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, ന്യൂക്ലിയോയിഡ് അല്ലെ, അതുപോലെ റൈബോസോം ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്, പ്ലാസ്മിഡ് ഉണ്ട്. പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ DNA, എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ ആണ്, എന്താണ്, ന്യൂക്ലിയസിന് പുറത്തുള്ള അല്ലെ. അതുപോലെ ഫ്ലജല്ലം ഉണ്ട്, പൈലസ് ഉണ്ട്, ക്യാപ്സ്യൂൾ ഉണ്ട്, സെൽ വാൾ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഇങ്ങനെ എല്ലാ സെൽ ഓർഗനൽസും അതുപോലെ എല്ലാ പാർട്സും കാണിച്ചിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ ഉള്ളത്. ഓരോ സെൽ ഓർഗനൽസിനെ കുറിച്ചും അല്ലെങ്കിൽ ബാക്ടീരിയൽ സെല്ലിന്റെ ഓരോ പാർട്സിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം അല്ലെ. പ്രധാനമായിട്ട് ബാക്ടീരിയൽ സെല്ലിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഗ്ലൈക്കോ കാലിക്സ് ഉണ്ട്, സെൽ വാൾ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഇത് മൂന്നും കൂടിയിട്ടാണ് സെൽ എൻവലപ്പ് ഫോം ചെയ്യുന്നത്. അതായത് എന്താണ്, ഏറ്റവും പുറത്തുള്ളതാണ് സെൽ എൻവലപ്പ് അല്ലെ, ഏറ്റവും പുറത്തുള്ളതാണ് ഗ്ലൈക്കോ കാലിക്സ്, പിന്നീട് അതിന്റെ ഉള്ളിൽ സെൽ വാൾ ഉണ്ട്, ദെൻ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ ന്യൂക്ലിയോയിഡ് എന്നാണ് പറയാ, എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ ആണ് പ്ലാസ്മിഡ്സ് അല്ലെ. ദെൻ മീസോസോംസ് ഉണ്ട്, ക്രോമറ്റോഫോർസ്, റൈബോസോംസ്, ഫ്ലജെല്ല, പിലി ആൻഡ് ഫിംബ്രിയ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയ സെല്ലിന്റെ കമ്പോണൻസ്. ഓരോന്നോരോന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഗ്ലൈക്കോ കാലിക്സ്, ഏറ്റവും പുറത്തുള്ള കവറിങ് അല്ലെ, ഔട്ടർ മോസ്റ്റ് ലെയർ, നോൺ സെല്ലുലോസിക് പോളിസാക്കറൈഡ് വിത്ത് ഓർ വിത്തൗട്ട് പ്രോട്ടീൻസ്. നോൺ സെല്ലുലോസിക് ആയിട്ടുള്ള, സെല്ലുലോസ് നിർമ്മിച്ചിട്ടല്ലാത്ത, സാധാരണ പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ സെല്ലുലോസിക് സെൽ വാളാണ് ഉണ്ടാവുക അല്ലെ. ഇവിടെ സെല്ലുലോസിക് അല്ല, പോളിസാക്കറൈഡ് ആണ്, സെല്ലുലോസിക് അല്ല. പ്രോട്ടീൻസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം അല്ലെ. അങ്ങനത്തെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എന്ത്, ഗ്ലൈക്കോ കാലിക്സ്, ഏറ്റവും പുറമേ ഉള്ള ലെയർ. ഇഫ് ഇറ്റ് ഇസ് എ ലൂസ് കവറിംഗ് ഇറ്റ് ഇസ് കാൾഡ് സ്ലൈം ലെയർ. ലൂസ് ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ സ്ലൈം ലെയർ എന്നാണ് വിളിക്കുക. അതുപോലെ ടഫ് ആണെങ്കിൽ അതിനെ ക്യാപ്സ്യൂൾ എന്നാണ് നമ്മൾ വിളിക്കുക അല്ലെ. ഇനി പ്രൊട്ടക്റ്റീവ് ഇൻ ഫംഗ്ഷൻ, അതായത് ഏറ്റവും പുറമേ ഉള്ളതായതുകൊണ്ട് ബാക്ടീരിയയുടെ സെല്ലിനെ മറ്റു ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഗ്ലൈക്കോ കാലിക്സിന്റെ ഡ്യൂട്ടി. ഇത് ക്യാപ്സ്യൂൾ ആണ്, ഇതെന്താണ്, സ്ലൈം ലെയർ ആണ്. സ്ലൈം ലെയർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടാണുള്ളത് അല്ലെ. ഓക്കെ, ഇനി അടുത്ത എന്താണ്, അതിന്റെ ഉള്ളിലുള്ളത് സെൽ വാൾ. റിജിഡ് ആണ്, സോളിഡ് കവറിംഗ്, പ്രൊട്ടക്ട്സ് ബേസ്റ്റിംഗ് ഇൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. അതായത് നമ്മളിപ്പം സൊല്യൂഷൻസ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്, ഹൈപ്പോട്ടോണിക്, ഹൈപ്പർടോണിക്, അതുപോലെ തന്നെ എന്താണ്, ഐസോട്ടോണിക്. ഇങ്ങനെ 3 ടൈപ്പ് സൊല്യൂഷൻസ് ആണുള്ളത് അല്ലെ. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സെല്ലിനെ ഒരു സൊല്യൂഷനിൽ ഇടാണെങ്കിൽ ഈ സെല്ലിന്റെ ഉള്ളിൽ ഒരു സാൾട്ട് കോൺസെൻട്രേഷൻ ഉണ്ടാവും, അതുപോലെ വാട്ടറിന് എന്തുണ്ടാവും, ഈ സൊല്യൂഷൻ എന്തുണ്ടാവും, ഒരു സാൾട്ട് കോൺസെൻട്രേഷൻ ഉണ്ടാവും.
സെല്ലിന്റെ ഉള്ളിലുള്ള സാൾട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്, അതുപോലെ പുറത്തുള്ള സൊല്യൂഷന്റെ സാൾട്ട് കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ, സെല്ലിനെ സംബന്ധിച്ച് കുറവാണെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പോടോണിക് എന്നാണ് പറയാം. ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്നാണ് പറയാം. ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂഷന്റെ സാൾട്ട് കോൺസെൻട്രേഷൻ കുറവാണ് എന്ന് പറഞ്ഞാൽ അവിടെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ള ഈ സൊല്യൂഷൻ സൈഡിൽ നിന്നും സെല്ലിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? വാട്ടർ എൻ്റർ ചെയ്യും. അങ്ങനെ വാട്ടർ എൻ്റർ ചെയ്യുന്നതിനെ നമ്മൾ എൻഡോസ്മോസിസ് എന്നാണ് പറയാം. എൻഡോസ്മോസിസ് എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യാം. അപ്പൊ അങ്ങനെ ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ സെല്ല് നമ്മൾ പ്ലേസ് ചെയ്താൽ അവിടെ എൻഡോസ്മോസിസ് നടന്നിട്ട് സെല്ല് വീർത്ത് വരും അല്ലെ. സെല്ല് വീർത്ത് വന്നാൽ സെല്ല് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എൻഡോസ്മോസിസ് നടന്നതിന് ശേഷം. പക്ഷെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതിൽ നിന്നും സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് സെൽവാൾ എന്ന് പറയുന്ന പുറത്തുള്ള കോട്ടിംഗ് ആണ്. സെൽവാൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ എൻഡോസ്മോസിസ് നടന്നിട്ട് സെല്ല് വീർത്ത് വന്നിട്ട് സെല്ല് പൊട്ടിപ്പോവാതെ സെല്ലിനെ സംരക്ഷിക്കുന്നത് ആരാണ്? സെൽവാളാണ്. അതാണ് പ്രൊട്ടക്ട്സ് ബേസ്റ്റിംഗ് ഇൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? പെപ്റ്റിഡോ ഗ്ലൈക്കൻ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞു ബാക്ടീരിയന്റെ കേസിൽ അതാണ് അല്ലെ. ആർക്കി ബാക്ടീരിയന്റെ കേസിൽ മാറ്റമുണ്ട്. Peptidoglycan chain is made of repeating units of N-acetyl glycosamine and glucosamine and N-acetyl muramic acid. NAM, NAG എന്ന് പറയുന്ന രണ്ട് യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിൻ നിർമ്മിച്ചിട്ടുള്ളത്. NAG എന്ന് പറയുമ്പോൾ N-acetyl glucosamine, അതുപോലെ NAM എന്ന് പറയുന്നത് N-acetyl muramic acid. ഇവരുടെ യൂണിറ്റ്സ് വെച്ചിട്ടാണ് ലോങ് ചെയിൻ ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് സെൽ വാൾ അല്ലെ. പിന്നീട് എന്താണ്? അടുത്ത കവറിംഗ് എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഗ്ലൈക്കോകാലിക്സ് കണ്ടു, പിന്നീട് നമ്മൾ സെൽ വാൾ കണ്ടു. സെൽ വാളിന്റെ ശേഷം വരുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുമ്പോൾ സെല്ലിന്റെ ഉള്ളിലേക്ക് എല്ലാവരെയും കടത്തിവിടാതെ ചില ആളുകളെ മാത്രം സെലക്ട് ചെയ്ത് കടത്തിവിടുന്ന ഒരു കോട്ടിംഗ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെ. നമ്മളെ ഓസ്മോസിസിന്റെ കേസിൽ നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് പറയാം അല്ലെ. ചില സംഗതികളെ കടത്തിവിടും, ചില സംഗതികളെ കടത്തിവിടൂല. അങ്ങനത്തെ മെംബ്രെയിനാണ് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ഇൻ ബാക്ടീരിയ. മെറ്റബോളിക്കലി ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ, അതായത് യൂക്കാരോട്ടിക് ഓർഗാനിസംസിന്റെ കേസിൽ ഹ്യൂമൻസിനെ പോലത്തവരുടെ സെല്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ, യൂക്കാരോട്ടിക് സെല്ല് നോക്കുകയാണെങ്കിൽ അവിടെ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്ന യൂക്കാരോട്ടിക് സെല്ല് അല്ലെ. യൂക്കാരോട്ടിക് സെല്ലില് മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്ന ഒരു സെൽ ഓർഗനൽ ഉണ്ട്. ഈ മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? റെസ്പിറേഷൻ നടക്കുന്നത്. എന്നാൽ ബാക്ടീരിയന്റെ കേസിലാണെങ്കിൽ ബാക്ടീരിയന്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്തുണ്ട്? ഉള്ളിലേക്ക് ഇൻഫോൾഡിങ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ മീസോസോംസ് എന്നാണ് പറയുന്നത്. മീസോസോംസ് എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് റെസ്പിറേഷൻ നടക്കുന്നത്. മീസോസോംസ് ആണ് റെസ്പിറേഷനിൽ സഹായിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു എൻസൈംസും എവിടെ ഉണ്ട്? ഈ പ്ലാസ്മ മെംബ്രെയിനിൽ പ്രസന്റ് ആണ്. അപ്പൊ എൻസൈംസ് പ്രസന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ബാക്ടീരിയന്റെ കേസിൽ പ്ലാസ്മ മെംബ്രെയിൻ മെറ്റബോളിക്കലി ആക്റ്റീവ് ആണെന്ന് പറയാം. ഇറ്റ് ടേക്സ് പാർട്ട് ഇൻ റെസ്പിറേഷൻ, അതുപോലെ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് സെൽവാൾ കമ്പോണൻസ്. ലിപ്പിഡ്സിന്റെയും സെൽവാൾ കമ്പോണൻസിന്റെയും സിന്തസിസിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്പിറേഷനിൽ സഹായിക്കുന്നുണ്ട്. റെസ്പിറേഷനിൽ സഹായിക്കുന്നത് ആരാണ്? മീസോസോംസ് ആണ് അല്ലെ. നമുക്കറിയാം ഈ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിന്റെ അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് സെല്ലിന്റെ കേസിലാണെങ്കിൽ അവിടെ പ്രത്യേകം സെൽ ഓർഗനൽസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ മൈറ്റോകോൺഡ്രിയ, ഗോൾജി ബോഡി എന്നൊക്കെ പറയുന്ന ഒരുപാട് സെൽ ഓർഗനൽസ് നമുക്ക് യൂക്കാരിയോട്ടിക് സെല്ലിന്റെ കേസിൽ കാണാൻ പറ്റും. അത്തരം സെൽ ഓർഗനൽസ് ഒന്നും എവിടെ ഉണ്ടാവില്ല? പ്രോകാരിയോട്ടിക് സെല്ലിന്റെ കേസിൽ ഉണ്ടാവില്ല. അപ്പൊ അവര് പിന്നെ മീസോസോംസ് വഴിയും മറ്റു ഇൻഫോൾഡിങ്സ് വഴിയും ഒക്കെ മറ്റു രീതിയിലാണ് എന്ത് ചെയ്യുക? ഈ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തുക. ഓക്കെ, സ്പേസ് ബിറ്റ്വീൻ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് സെൽ വാൾ ഈസ് കാൾഡ് പെരിപ്ലാസ്മിക് സ്പേസ്. പെരിപ്ലാസ്മിക് സ്പേസ്. സെൽ വാളിന്റെയും പ്ലാസ്മ മെംബ്രെയിന്റെയും ഇടയിലുള്ള സ്പേസിനെ നമ്മൾ പെരിപ്ലാസ്മിക് സ്പേസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഇപ്പൊ നമ്മൾ മൂന്നാളെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഗ്ലൈക്കോകാലിക്സ് ഉണ്ട്, അതുപോലെ തന്നെ സെൽ വാൾ ഉണ്ട്, അതിന്റെ ശേഷം ആരുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഇവരെ മൂന്ന് പേരെയും ഒരുമിച്ചാണ് നമ്മൾ സെൽ എൻവലപ്പ് ഓഫ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ബാക്ടീരിയയുടെ സെൽ എൻവലപ്പ് എന്ന് പറയുന്നത് ഗ്ലൈക്കോകാലിക്സും അതുപോലെ സെൽ വാളും സെൽ മെംബ്രെയിനും സെല്ലുലാർ മെംബ്രെയിനും കൂടിച്ചേർന്നതാണ്.
പിന്നീട് ന്യൂക്ലിയോയിഡ് അല്ലെ. ന്യൂക്ലിയോയിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ബാക്ടീരിയ കൺസിസ്റ്റ് ഓഫ് സിംഗിൾ സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് സൂപ്പർ കോയിൽഡ് DNA. ഇതാണ് ന്യൂക്ലിയോയിഡ് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ബാക്ടീരിയ. നേക്കഡ് ആണ് അല്ലെ. നേക്കഡ് ആണ്, സെല്ലുലാർ എൻവലപ്പ് ഒന്നും ഇല്ലാതെ. നേക്കഡ് ആണ്, ന്യൂക്ലിയർ എൻവലപ്പ് ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാവുക അല്ലെ. അതുപോലെ പ്ലാസ്മിഡ്സ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോയിഡിന് പുറമേയുള്ള അതുകൂടാതെയുള്ള DNA നമ്മൾ പ്ലാസ്മിഡ്സ് എന്ന് പറയാം. സെൽഫ് റെപ്ലിക്കേറ്റിംഗ് സർക്കുലർ എക്സ്ട്രാ ക്രോമസോമൽ സെഗ്മെന്റ്സ് ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA. If they are temporarily associated with the nucleoid, they are known as episomes. പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നതാണ് അല്ലെ. സർക്കുലർ ആണ്, എക്സ്ട്രാ ക്രോമസോമൽ ആണ്. മെയിൻ ജനറ്റിക് മെറ്റീരിയൽ അല്ല പ്ലാസ്മിഡ് അല്ലെ. അതിന്റെ പുറമേയുള്ള എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ ആണ്. ഇവര് ന്യൂക്ലിയോയിഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണുള്ളതെങ്കിൽ അവരെ നമ്മൾ എപ്പിസോംസ് എന്നാണ് വിളിക്കുന്നത്. എപ്പിസോംസ്. ഓക്കെ. ഇനി സൈറ്റോപ്ലാസം, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആബ്സെന്റ്. ബാക്ടീരിയന്റെ സൈറ്റോപ്ലാസത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടെ സെൽ ഓർഗനൽസ് ആബ്സെന്റ് ആണ് അല്ലെ. പ്രോകാരിയോട്ടിക് സെൽ ആയതുകൊണ്ട് അവിടെ സെൽ ഓർഗനൽസ് ആബ്സെന്റ് ആണ്. എന്നാൽ യൂകാരിയോട്ടിക് സൈറ്റോപ്ലാസം ആണെങ്കിൽ അവിടെ ഒരുപാട് സെൽ ഓർഗനൽസ് നമുക്ക് കാണാൻ പറ്റും. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ഇല്ല ആൻഡ് സാപ്പ് വാക്യൂൾസ് ആർ ആബ്സെന്റ്. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസത്തിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. ഗ്യാസ് വാക്യൂൾസ് പ്രസന്റ്. സാപ്പ് വാക്യൂൾസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ വലിയ സാപ്പ് വാക്യൂൾസ് ഉണ്ടാവും അല്ലെ. വാട്ടറും അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ ഉൾക്കൊള്ളുന്ന വാക്യൂൾസിനെയാണ് നമ്മൾ സാപ്പ് വാക്യൂൾ എന്ന് പറയാം. അത് ബാക്ടീരിയന്റെ കേസിൽ ആബ്സെന്റ് ആണ്. എന്നാൽ ഗ്യാസ് വാക്യൂൾസ് പ്രസന്റ് ആണ്. ഇറ്റ് ഹാസ് ദ ഫോളോയിങ് കമ്പോണൻസ്. സൈറ്റോപ്ലാസത്തിൽ മീസോസോംസ് ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, ക്രോമറ്റോഫോർസ് ഉണ്ട് അല്ലെ. ഓരോന്നും നമുക്ക് നോക്കാം. മീസോസോംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഡ്യൂ ടു ഇൻവോൾഡ് ഫോൾഡിംഗ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിന്റെ ഇൻവേർഡ് ഫോൾഡിങ്ങിന്, ഉള്ളിലേക്കുള്ള ഫോൾഡിങ്ങിന്. ഇതിപ്പോ പ്ലാസ്മ മെംബ്രെയിൻ ആണെങ്കിൽ ഇങ്ങനെ ഉള്ളിലേക്കുള്ള അല്ലെ, ഇതിനാണ് നമ്മൾ മീസോസോംസ് എന്ന് പറയാം. ഇതാണ് സെല്ല് എന്ന് സങ്കല്പിക്കുക. ഉള്ളിലേക്കുള്ള ഇൻഫോൾഡിങ്സിനാണ് നമ്മൾ മീസോസോംസ് എന്ന് പറയാം. അവിടെ വെച്ചിട്ടാണ് റെസ്പിറേഷൻ നടക്കുക അല്ലെ. കൺസ് ഓഫ് വെസൈക്കിൾസ്, ട്യൂബ്യൂൾസ് ആൻഡ് ലാമെല്ലെ. വെസൈക്കിൾസ്, ട്യൂബ്യൂൾസ്, ലാമെല്ലെ ഒക്കെ പ്രസന്റ് ആണ്. റൈബോസോംസ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ യൂക്കാരിയോട്ടിക് സെല്ലിലെ റൈബോസോമും പ്രോകാരിയോട്ടിക് സെല്ലിലുള്ള റൈബോസോമും തമ്മിലുള്ള ഡിഫറൻസ് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ് അല്ലെ. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. സ്മോൾ മെംബ്രെയിൻലെസ് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ. മെംബ്രെയിൻ ഇല്ലാത്ത റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്, ഫ്രീ റൈബോസോംസ് ആൻഡ് ഫിക്സ്ഡ് റൈബോസോംസ്. അതായത് അറ്റാച്ച് ചെയ്തിട്ടുള്ള രൂപത്തിലും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടും ഉണ്ടാവും റൈബോസോംസ് അല്ലെ. പിന്നെ റൈബോസോംസ് ജനറലി ഒക്കർ ഇൻ ഗ്രൂപ്പ്സ് കാൾഡ് പോളി റൈബോസോംസ് ഓർ പോളിസോംസ്. 4 to 8 റൈബോസോംസ് അറ്റാച്ച്ഡ് വിത്ത് സിംഗിൾ സ്ട്രാൻഡ് ഓഫ് mRNA. അതായത് mRNA സ്ട്രാൻഡ് ആണ് ഇതെന്ന് സങ്കല്പിക്കുക. ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് റൈബോസോംസ് കാണപ്പെടുന്നതെങ്കിൽ, ഇതിലിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ ഇതിന് നമ്മൾ പോളിസോംസ് എന്നാണ് പറയാം. പോളിസോംസ്, ഇതാണ് പോളിസോംസ്. mRNAയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള രൂപത്തിൽ റൈബോസോംസ് കാണപ്പെടുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ റൈബോസോംസും അതുപോലെ തന്നെ mRNAയും കൂടിയിട്ടുള്ള ആ സ്ട്രക്ചറിനെ നമ്മൾ പോളിസോംസ് എന്ന് പറയാം. 4 മുതൽ 8 വരെ റൈബോസോംസ് ആണ് ഇങ്ങനെ ഒരു mRNAയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കാണപ്പെടുക അല്ലെ. ഇവരെയാണ് നമ്മൾ പോളിസോംസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ക്രോമറ്റോഫോർസ് ആണ്. അതായത് ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, കളർ ഇമ്പാർട്ട് ചെയ്യുന്നത് അല്ലെ. ഫൗണ്ട് ഇൻ ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ഇൻ ഗ്രീൻ ബാക്ടീരിയ ദേ ആർ ആൾസോ കാൾഡ് ക്ലോറോസോംസ്. അതായത് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ക്ലോറോസോംസ് എന്നും ഗ്രീൻ ബാക്ടീരിയ ആണെങ്കിൽ പറയുന്നുണ്ട്. Chlorosomes contain photosynthetic pigments called bacteriochlorophyll, bacteriophyophytin and carotenoids. ക്ലോറോസോംസിലാണെങ്കിൽ ബാക്ടീരിയോക്ലോറോഫിൽ എന്ന പിഗ്മെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ബാക്ടീരിയോഫിയോഫൈറ്റിൻ ഉണ്ടാവും, കരോട്ടിനോയിഡ്സ് ഒക്കെ ഉണ്ടാവും. പിഗ്മെന്റ്സ് ആണ്, പിഗ്മെന്റഡ് ബോഡീസ് ആണ് ഈ ക്രോമറ്റോഫോർസ് എന്ന് പറയുന്നത് അല്ലെ. പിഗ്മെന്റ്സ് കാണപ്പെടുന്ന, കളർ ഇമ്പാർട്ട് ചെയ്യുന്ന ബോഡീസിനെയാണ് നമ്മൾ ക്രോമറ്റോഫോർസ് എന്ന് പറയുന്നത്. അതാണ് അടുത്ത കമ്പോണന്റ്, സെല്ലുലാർ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഫ്ലജെല്ലയാണ് അല്ലെ. അതായത് ബാക്ടീരിയൽ മൂവ്മെന്റിന് സഹായിക്കുന്ന ഫ്ലജെല്ല. ഫ്ലജെല്ലക്ക് 3 പാർട്ടാണുള്ളത്: ബേസൽ ബോഡി, ഹുക്ക് ആൻഡ് ഫിലമെന്റ്. ഇതാണ് ബേസൽ ബോഡി, അതുപോലെ ഇതാണ് ഹുക്ക് എന്ന് പറയുന്നത്, ഫിലമെന്റ് എന്ന് പറയുന്നത് ലോങ് പാർട്ടിനാണ് അല്ലെ. ബാക്ടീരിയൽ ഫ്ലജെല്ലത്തിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയൽ മൂവ്മെന്റിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇനി ഫ്ലജെല്ലത്തിനെ പോലെ തന്നെ മറ്റു 2 ഔട്ട്ഗ്രോത്ത് കൂടിയുണ്ട്. ഒന്ന് പിലിയാണ്, അതുപോലെ മറ്റൊന്ന്
ഫിംബ്രിയ. ട്യൂബുലാർ ഔട്ട്ഗ്രോസ് ആണ് രണ്ടും. പിലി ഈസ് ഹെൽപ്ഫുൾ ഇൻ ട്രാൻസ്ഫർ ഓഫ് F+ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഫാക്ടർ അല്ലെ. ഫിംബ്രിയ ഹെൽപ്സ് ഇൻ അറ്റാച്ചിങ് ബാക്ടീരിയ വിത്ത് എ സോളിഡ് സർഫസ്. അതായത് ബാക്ടീരിയയിൽ കോൺജുഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. സെക്സ്വൽ റീപ്രൊഡക്ഷന് സമാനമായിട്ടുള്ള ഒരു പ്രോസസ് അല്ലെ, കോൺജുഗേഷൻ. അവിടെ നമ്മൾ ഒരു ബാക്ടീരിയ നിന്നും, അതിപ്പോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനിമൽസിനെ പോലൊന്നും അല്ല അല്ലെ, ചെറിയ ഓർഗാനിസംസ് ആണ്, യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അപ്പൊ അവരുടേതായ രീതിയിലുള്ള ഒരു റീപ്രൊഡക്ഷൻ മെത്തേഡാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ബാക്ടീരിയനെ F+ ഫാക്ടർ ഉള്ളതെന്നും മറ്റേതിനെ F- ഫാക്ടർ ഉള്ളതെന്നും പറയും. അപ്പൊ ഈ F+ ഫാക്ടർ മറ്റേ ബാക്ടീരിയയിലേക്ക് കോൺജുഗേഷൻ നടത്തിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? പിലിയാണ്. പിലിയും ഫിംബ്രിയയും എന്താണ്? ഫ്ലജല്ലത്തെ പോലെ തന്നെയുള്ള ഔട്ട്ഗ്രോസ് ആണ് അല്ലെ. ഫ്ലജല്ലമാണ് ഏറ്റവും നീളം കൂടിയത്. പിന്നീട് അതിലും ചെറുതാണ് പിലി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലെ. അതിലും ചെറുതാണെന്ത്? ഫിംബ്രിയ എന്ന് പറയുന്നത്. ഈ പിലി വഴിയാണ് കോൺജുഗേഷൻ നടത്തുന്നത്. ഫ്ലജല്ലം എന്താണ്? ഫ്ലജല്ലം ബാക്ടീരിയയുടെ മൂവ്മെന്റിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫിംബ്രിയ അറ്റാച്ച്മെന്റിൽ, ബാക്ടീരിയയുടെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ഫിംബ്രിയ ചെയ്യുന്നത്. ഇനി ബാക്ടീരിയ നമുക്ക് അവരുടെ ഷേപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റും. അതിൽ പ്രധാനമായിട്ടുള്ളത് കോക്കസ്, ബാസിലസ്, സ്പൈറലം ആൻഡ് വിബ്രിയോ. കോക്കസ് എന്ന് പറയുമ്പോൾ സ്പെറിക്കൽ ഷേപ്പിലുള്ളതാണ്. സ്പെറിക്കൽ ഷേപ്പിലുള്ള ബാക്ടീരിയ ആണ്, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാസിലസ് എന്ന് പറയുമ്പോൾ ഇതാണ് കോക്കസ് അല്ലെ. ബാസിലസ് എന്ന് പറയുമ്പോൾ ഇലോങ്ങേറ്റഡ് ആൻഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് ബാക്ടീരിയക്ക് ഉള്ളതെങ്കിൽ അതിന് ബാസിലസ് എന്നാണ് പറയാ. സ്പൈറൽ ഷേപ്പ്ഡ് ആണെങ്കിൽ സ്പൈറില്ലം എന്ന് പറയും. അതുപോലെ കോമ ഷേപ്പ്ഡിനാണ് നമ്മൾ വിബ്രിയോ എന്ന് പറയുന്നത്. വിബ്രിയോ അല്ലെ. അപ്പോ കോക്കസ് ഉണ്ട്, ബാസിലസ് ഉണ്ട്, സ്പൈറില്ലം ആൻഡ് വിബ്രിയോ. ഈ 4 ടൈപ്പാണ് പ്രധാനമായിട്ടും ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഓരോന്നിനും എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്. കോക്കസിന് എക്സാമ്പിൾ ആണ് ഡിപ്ലോകോക്കസ് ന്യൂമോണിയ. ലാക്ടോബാസിലസ് ബാസിലസിന് എക്സാമ്പിൾ ആണ്. കാമ്പൈലോബാക്ടർ സ്പീഷീസ് സ്പൈറില്ലത്തിന് എക്സാമ്പിൾ ആണ്. വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ വിബ്രിയോ ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് അല്ലെ. ഇങ്ങനെ 4 ഷേപ്പാണുള്ളത്. കോക്കസ്, ബാസിലസ്, അതുപോലെ തന്നെ സ്പൈറൽ ഷേപ്പ്ഡ് സ്പൈറില്ലം ആൻഡ് കോമ ഷേപ്പ്ഡ് വിബ്രിയോ. ഇനി ഇവരുടെ ഫ്ലജല്ലത്തിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്ടീരിയനെ അത് ഉപയോഗിച്ചിട്ടും അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. തീരെ ഫ്ലജല്ല ഇല്ല എങ്കിൽ അതിനെ നമ്മൾ എട്രിക്കസ് ബാക്ടീരിയ എന്നാണ് പറയാം. എട്രിക്കസ് എന്ന് പറഞ്ഞാൽ നോ ഫ്ലജല്ല, അതായത് ഫ്ലജല്ല ആബ്സെന്റ് അല്ലെ. ഇതാണ് ഒരു ബാക്ടീരിയ, ഇതിൽ ഫ്ലജല്ല ഇല്ല, ഇത് നമ്മൾ എട്രിക്കസ് എന്ന് വിളിച്ചു. ഇനി അടുത്തതാരാണ്? മോണോട്രിക്കസ്. അതായത് ഒരു ഫ്ലജല്ല ഉണ്ടെങ്കിൽ, ഒറ്റ ഫ്ലജല്ല ആണുള്ളതെങ്കിൽ അതിനെ നമ്മൾ മോണോട്രിക്കസ് എന്ന് വിളിച്ചു. ആംഫിട്രിക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 at each സൈഡ്, ടോട്ടൽ 2 ഫ്ലജല്ല. 2 ഫ്ലജല്ല ഉണ്ട്, രണ്ടും 2 സൈഡിലാണുള്ളതെങ്കിൽ അതിന് നമ്മൾ ആംഫിട്രിക്കസ് ബാക്ടീരിയ എന്നാണ് പറയാം അല്ലെ. ട്രൈക്കോം എന്നുള്ള വേർഡ് നമ്മൾ ഹെയർ എന്നുള്ള അല്ലെങ്കിൽ ഔട്ട്ഗ്രോത്ത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ട്രിക്കസ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോറി, ആംഫിട്രിക്കസ് ആണ് അല്ലെ. ആംഫിട്രിക്കസ്. ഇനി ലോഫോട്രിക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 tuft or group of flagella at one end. ഒരു ബാക്ടീരിയയുടെ ഒരു വശത്ത് മാത്രം ഒരു കൂട്ടം ഫ്ലജല്ല ഉണ്ടെങ്കിൽ അതാണ് ലോഫോട്രിക്കസ് ബാക്ടീരിയ. ഇനി എന്താണ്? സെഫാലോട്രിക്കസ് ബാക്ടീരിയ. സെഫാലോട്രിക്കസ് എന്ന് പറയുമ്പോൾ 2 ഭാഗത്തും ഒരു കൂട്ടം ഫ്ലജല്ല ഉണ്ട്. 2 ഭാഗത്തും ഒരു കൂട്ടം ഫ്ലജല്ല, ഇതാണ് സെഫലോട്രിക്കസ്. ഇനി അടുത്തത് എന്താണ്? പെരിട്രിക്കസ് അല്ലെ. പെരിട്രിക്കസ് എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തും, ബോഡിയുടെ അല്ലെങ്കിൽ ബാക്ടീരിയ സെല്ലിന്റെ എല്ലാ ഭാഗത്തും ഫ്ലജല്ല ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പെരിട്രിക്കസ് ബാക്ടീരിയ എന്നാണ് പറയുക. ഇങ്ങനെ നമുക്ക് വ്യത്യസ്ത ടൈപ്പായിട്ട് ഫ്ലജല്ലത്തിന്റെ എണ്ണത്തിനെയും അതിന്റെ പൊസിഷനെയും ബേസ് ചെയ്തിട്ട് ബാക്ടീരിയാസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എട്രിക്കസ് എന്ന് പറയുമ്പോൾ ഫ്ലജല്ല ഇല്ല, ആബ്സെന്റ് ആണ്. മോണോട്രിക്കസിൽ 1 ഫ്ലജല്ലമാണുള്ളത്. ആംഫിട്രിക്കസിൽ 2 ഭാഗത്തും ഓരോ ഫ്ലജല്ലം വീതം. ലോഫോട്രിക്കസ് ആണെങ്കിൽ ഒരു ഭാഗത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലജല്ലയാണുള്ളത് അല്ലെ, ഒരു കൂട്ടം ഫ്ലജല്ലയാണുള്ളത്. സെഫലോട്രിക്കസിലാണെങ്കിൽ 2 ഭാഗത്തും ഗ്രൂപ്പ് ഓഫ് ഫ്ലജല്ല പ്രസന്റ് ആണ്. പെരിട്രിക്കസ് എന്ന് പറയുമ്പോൾ സെല്ല് മൊത്തത്തിൽ എന്താണ്? ഫ്ലജല്ല ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി പെരിമീറ്റർ ഓഫ് ദി സെൽ അല്ലെ. മൊത്തത്തിൽ സെല്ലിന്റെ പെരിമീറ്റർ മൊത്തത്തിൽ എന്തുണ്ട്? ഫ്ലജല്ല ഉണ്ട്. അത്തരം ബാക്ടീരിയ സെല്ലിനെ നമ്മൾ പെരിട്രിക്കസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ബാക്ടീരിയയെ അവയുടെ നമ്പറിനെയും ഫ്ലജല്ലത്തിന്റെ നമ്പറിനെയും അതുപോലെ പൊസിഷനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും.
ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസും അതുപോലെ ബാക്ടീരിയയിൽ തന്നെ അല്ലെങ്കിൽ കിങ്ഡം മൊണേറയിലെ തന്നെ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ചും സയനോ ബാക്ടീരിയനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ കിങ്ഡം പ്രൊട്ടിസ്റ്റയെ കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.